സഹോദരങ്ങളെ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം 17 പേർക്കാണ് ഇന്ന് അവരുടെ ഭാഗ്യരത്ന മോതിരം നൽകാൻ പോകുന്നത്. 17 പേർക്കും സന്തോഷം ഉണ്ടാവുന്ന, അവർക്ക് സന്തോഷം ഉണ്ടാക്കാവുന്ന ഒരു കാര്യം ചെയ്തു എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത്. പല ആളുകളും മോതിരം കിട്ടിയതിന് ശേഷം വിളിച്ച് പറയും, "ഏഹ് മോതിരം കിട്ടി, വളരെ സന്തോഷമായി, ഡിസൈൻ ഇഷ്ടപ്പെട്ടു." ഇഷ്ടപ്പെടാത്തവരും അതും പറയും ട്ടോ. പക്ഷെ എന്നാലും ഒരു 80% ആളുകളും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയാറുള്ളത്. ആഹ് ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കഥയാണ്. അതായത് അദ്ദേഹത്തിന് ഭാഗ്യരത്നം വേണം, അല്ലെങ്കിൽ ഭാഗ്യരത്ന മോതിരം വേണം എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത്ര പൈസയൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട്, "എനിക്ക് എന്തായാലും 2 കല്ലുകൾ നിങ്ങൾ അയച്ചു തരണം." അതായത് ഏത് കല്ലാന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് ഒരുപാട് സമയമൊക്കെ എടുത്ത് സെലക്ട് ചെയ്തു. 2 കല്ലുകൾ അദ്ദേഹം സെലക്ട് ചെയ്തു. അത് ഇവിടുന്ന് ഞാൻ അയച്ചും കൊടുത്തു. കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. അത് കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമൊക്കെ തന്നെയായി. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത് മോതിരം പണിയാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം അത് ആലോചിച്ച് എന്താ ഇത് ചെയ്യേണ്ടത്. അപ്പൊ കൊണ്ടു നടന്നു, തലേന്റെ അടിയിൽ വെച്ച് കിടന്നു. പക്ഷെ അദ്ദേഹത്തിന് ദുസ്വപ്നങ്ങൾ കാണുന്ന ഒരാളായിരുന്നു. അതൊക്കെ പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഈ മോതിരം പണിയാനുള്ള പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല. അത്രയും സാധുവായ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സ്റ്റോണ് അതിൽ ഒരെണ്ണം അദ്ദേഹം വേറൊരാൾക്ക് വിറ്റു. നമ്മൾ കൊടുത്ത പൈസയെക്കാളും കൂടുതൽ പൈസക്കാണ് കൊടുത്തത്. അപ്പൊ ആ കൊണ്ടുപോയ ആള് അത് മോതിരമൊക്കെ പണിത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇട്ടു. പക്ഷെ അദ്ദേഹത്തിന് ആ മോതിരം ഇടുമ്പോ എന്തോ ഒരു മനസ്സിനൊരു വിഷമം പോലെ. കാരണം ഇയാൾക്ക് കൊടുത്തതാണല്ലോ. അപ്പൊ അത് ഞാൻ ഉപയോഗിക്കുന്നത് ശരിയാവോ എന്നുള്ള എന്തോ ഒരു വിഷമം അദ്ദേഹത്തിന്. അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഇയാളോട് പറഞ്ഞു, "ഞാനത് മോതിരമൊക്കെ പണിതു. ഇത് നിങ്ങൾക്ക് പാകാവോ നോക്ക്" എന്ന് പറഞ്ഞു. അത് നോക്കിയപ്പോൾ ഇയാൾക്ക് വളരെ കറക്റ്റ് പാകം. അപ്പൊ കറക്റ്റ് പാകം ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുത്ത് പൈസയും വന്നിരുന്നു. അപ്പൊ കൊടുത്ത വിഷമം ഇയാൾക്കുണ്ടായിരുന്നു. മോതിരം നല്ലൊരു കല്ല് കിട്ടിയതായിരുന്നു, അത് കൊടുത്തല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ കല്ല് മോതിരത്തോടു കൂടി ഇയാൾക്ക് കിട്ടി. അപ്പൊ അദ്ദേഹം അതിന്റെ പണിത പൈസയെക്കാളും കൂടുതൽ പൈസ കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു വാങ്ങി. അദ്ദേഹം അത് ഉപയോഗിച്ച് തുടങ്ങി. എന്നോട് ഒരു ദിവസം എന്നെ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം മക്കയിൽ വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഉംറയ്ക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടി കിട്ടി. അദ്ദേഹം മക്കയിൽ എത്തിയിട്ട് എന്നെ വിളിച്ചു. അവിടെ എത്തിയപ്പോൾ ഞാൻ, "നിങ്ങളുടെ മോതിരം എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്റ്റോറിയിലാണ് എൻ്റെ കയ്യിൽ അത് എത്തിയത്. എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഉംറ ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് നോമ്പിന്റെ സമയത്ത് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി" എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു. അത് ഇതുകൊണ്ടാണോ അല്ലയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു സന്തോഷം കൊണ്ടാണോ, അദ്ദേഹത്തിന് എല്ലാം കൂടി ഒത്തു വന്നത് കൊണ്ടാണോ, ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്തായാലും അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് 17 പേർക്ക് ഇതുപോലുള്ള സന്തോഷങ്ങൾ വിളിച്ചു പറയാനുള്ളൊരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരു ഗുണം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു സന്തോഷം, അത് തന്നെയാണ് എനിക്കിതിലുള്ളത്. എന്തായാലും ഈ 17 പേർക്ക് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. നമ്മുടെ എം അലിബായിക്ക് വേണ്ടി ഉണ്ടാക്കിയ 6 മോതിരങ്ങൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു മോതിരമാണ്. ഇത് സ്വർണം പോലെ തിളങ്ങുന്ന ഒരു മോതിരമാണ്. ഇതുണ്ടാക്കാൻ ആകെ 2000 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫൈറൂസ് സ്റ്റോൺ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഭയങ്കര സെലക്ഷനാണ്. അവർ നല്ല 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 കല്ലുകളാണ് അവർ സെലക്ട് ചെയ്തത്. അത് 6.4 കാരറ്റാണ് ഈ ഒരു ഫൈറൂസ് സ്റ്റോണിന് വന്നത്. 1250 രൂപ വന്നിട്ടുള്ളൂ. അതുപോലെ ഈ ഒരു മോതിരത്തിന് മൊത്തം 2000 രൂപയും 2000 1280 ഇനി അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ രണ്ടാമത്തെ ഒരു മോതിരം നോക്കാം. ഇതിൻ്റെ കഥ പറഞ്ഞാൽ ഇത് മോഹെ നജഫ് എന്ന് പറയുന്ന ഒരു സ്റ്റോണാണ്. ഇറാഖിലെ നജഫ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം കാണുന്ന ഒരു സ്റ്റോണാണിത്. അവിടെയാണ് അലി റളിയല്ലാഹുവിൻ്റെ അന്ത്യവും അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമവും ഒക്കെ ആ ഭാഗത്താണ്. അന്നു മുതലാണ് ഈ നജഫിലെ സ്റ്റോണ് പ്രസിദ്ധമായത്. ഇത് വളരെ ഭക്തി കൂടുതലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ്. ഈ അക്കീക്ക് പോലെയൊക്കെ അക്കീക്കിനേക്കാൾ ഒരു പടി അല്ലെങ്കിൽ ഒരുപാട് പടി ഉയർന്ന ഒരു സ്റ്റോണാണ് ഇത്. ഈ മദ്യപാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമസ്കാരവും കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ ഉള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മോഹെ നജഫിന് വന്നത് 1425 രൂപ വന്നിട്ടുള്ളൂ ഈ മോതിരം. ഇതിന് മോഹെ നജഫിന് 5.7 കാരറ്റാണിത്. അതേപോലെ ഈ 2000 രൂപ തന്നെയാണ് ഈ പഞ്ചലോഹ മോതിരത്തിന് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മോതിരം നമ്മൾ പരിചയപ്പെട്ടു. ഇനി മൂന്നാമത്തത്
ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളതാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഒന്ന് സീപ്പേളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വൈഫിനുള്ളതാണ് തോന്നുന്നു. സീപ്പേളിന് 3.8 ക്യാരറ്റാണ് ഈ സീപ്പേൾ. കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണ്. സൗത്ത് സീപ്പേൾ എന്നാണ് ഇതിനെ പറയുക. ഇത് ഒരു കാലത്തും ഇതിൻ്റെ ഷൈനിങ് പോയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിത് നിലത്തിട്ട് ഉരച്ചാൽ പോലും അതിൻ്റെ തേയ്മാനം വരിക എന്നല്ലാതെ ഈ ഷൈനിങ് പോയില്ല. അതാണ് സീപ്പേളിൻ്റെ എല്ലാ പേളിൻ്റെയും പ്രത്യേകത അതാണ്. ഇത് 500 രൂപയാണ് ക്യാരറ്റിന്. 1900 രൂപ ഈ ഒരു സ്റ്റോണിന് മാത്രം വന്നു. 2000 രൂപ മോതിരത്തിനും. അത് പഞ്ചലോഹം ആയതുകൊണ്ട്. ഇനി പഞ്ചലോഹം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ദിവസം രാവിലെ വൈകുന്നേരമൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഒരു കോട്ടൺ തുണിയിലാണെങ്കിൽ കൂടുതൽ നന്നായി. ഇങ്ങനെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൈനിങ് ഇരട്ടിയായിട്ട് കൂടും. അങ്ങനെ എന്നും ഇത് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പഞ്ചലോഹ മോതിരം എന്നും തിളക്കത്തോടു കൂടി ഇരിക്കും. പിന്നെ മറ്റൊരു മോതിരം അദ്ദേഹം തിരഞ്ഞെടുത്തത് സിട്രിനാണ്. ഇത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഉള്ളതാണ്. ഇത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് സിൽവർ മതി എന്ന് പറഞ്ഞു. നല്ല സിൽവർ കിട്ടി. ഇത് ഇറ്റാലിയൻ ഡിസൈനാണ്. ഇതിന് കുറച്ച് ചാർജ് കൂടുതലാണ്. പിന്നെ ഈ ഒരു സിട്രിന് 6.5 ക്യാരറ്റാണ് ഉള്ളത്. 200 രൂപ ക്യാരറ്റിന് വാങ്ങിയിട്ടുള്ളൂ. 1300 രൂപയ്ക്ക് ഈ ഒരു സിട്രിൻ സ്റ്റോൺ അദ്ദേഹത്തിന് കിട്ടി. ഇത് ഈ വലിപ്പത്തിലുള്ള വേറൊരു സിട്രിൻ സ്റ്റോൺ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഏറ്റവും വലുത് നോക്കിയിട്ട് എടുത്തതാണ് സിൽവറിൻ്റെ. സിൽവർ ഇത് ഒരു ഈ സിൽവറിൻ്റെ പ്രത്യേകത, ഇത് ഇറ്റാലിയൻ സിൽവർ ആയതുകൊണ്ട് ഇതിന് ഒരു ഗ്രാമിന് 500 ചില്ലറ വരുന്നുണ്ട്. അതിൻ്റെ ഗ്രാം വരുന്നത് 8 ഗ്രാമാണ് ഇതിന് വരുന്നത്. കല്ല് കുറച്ച് 10 ഗ്രാം വരുന്നുണ്ട്. കല്ല് കുറച്ച് കഴിഞ്ഞാൽ 8 ഗ്രാം ആവും. 8 × 5 5 40 4000 രൂപയോളം ഈ ഒരു മോതിരത്തിനും അതുപോലെ സ്റ്റോണിനും വന്നിട്ടുണ്ട്. നല്ലൊരു മോതിരം തന്നെയാണ് അത് സെലക്ട് ചെയ്തത്. ഈ സ്റ്റോണിൻ്റെ കഥ പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ സെലക്ട് ചെയ്തൊരു സ്റ്റോണാണ്. പക്ഷേ അവന് ഉദ്ദേശിച്ച ഈ ഡിസൈനായിരുന്നു. നമ്മുടെ പണിക്കാർ ചെയ്തു വന്നപ്പോൾ ഈ ഒരു ഡിസൈനാണ് അവർ ചെയ്തത്. അത് ആ റൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണോ എന്തോന്ന് അറിയില്ല, അത് തെറ്റിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ മകൾക്ക് കൊടുക്കാം, നിങ്ങളിനി മകന് വേണ്ടിയിട്ട് വേറൊരു സ്റ്റോൺ സെലക്ട് ചെയ്തോളാം പറഞ്ഞിട്ട് ആ മകൻ സെലക്ട് ചെയ്താണ് 2 എണ്ണം. അതിൽ ഏതെങ്കിലും ഒന്ന് ഏതാണ് സെറ്റ് ആവണമെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കണം. അവന് ഈ ഡിസൈൻ വേണം ചെയ്ത് കൊടുക്കാൻ. അതവന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അയച്ചു കൊടുക്കാതെ വെച്ചിരിക്കുന്നത്. അതും കൂടി കിട്ടിയിട്ട് അയച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത്. പിന്നെ ഇത് ലോക്കറ്റ്, അദ്ദേഹത്തിൻ്റെ വൈഫിനുള്ള ലോക്കറ്റാണ്. ഇത് 14.5 ക്യാരറ്റ് ആണ് ഇതിൻ്റെ. ഇതും ഫൈറൂസ് സ്റ്റോണാണ് കേട്ടോ. ഫൈറൂസ് കണ്ണേർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോണാണെന്ന് അറിയാമല്ലോ. അതൊരു ഭാഗ്യരത്നം കൂടിയാണ് ചില ആളുകൾക്ക്. ഫൈറൂസ് സ്റ്റോണിൻ്റെ പറ്റി കഥകൾ പറയുകയാണെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് 14.5 എന്ന് പറഞ്ഞാൽ 2900 രൂപ ഈ ഒരു സ്റ്റോണിന് വില വന്നിട്ടുണ്ട്. അതുപോലെ 200 രൂപ 2000 രൂപയാണ് ഇത് പണിയാൻ വേണ്ടിയിട്ട് വന്നത്. ഇത് സ്റ്റോണിൽ നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് കറക്റ്റ് ഷേപ്പൊന്നും അല്ല കിട്ടുക. നാച്ചുറൽ സ്റ്റോൺ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ സ്റ്റോണുകളാണെങ്കിൽ കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ വരുന്നത്. അത് ബാക്കിലാണ് പോവുക. എന്നാലും അത് ഒഴിവാക്കിയിട്ട് അവർ നല്ല ഭംഗിയിൽ അത് ചെയ്തു. അതാണ് അവരുടെ ഒരു നമ്മുടെ പണിക്കാരുടെ ഒരു പ്രത്യേകത. ഇനി അടുത്തത് നോക്കാം. അടുത്തത് വിശ്വൻ ഇടുക്കി അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ. ഇതൊരു പുതിയ ഡിസൈനാണ്. അത് അദ്ദേഹം കയ്യിൽ തട്ടുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത മോയിസണൈറ്റ് സ്റ്റോൺ ആണ്. വജ്രത്തിൻ്റെ അതേ പ്രോപ്പർട്ടികളും ഒക്കെയുള്ള ഒരു സ്റ്റോണാണിത്. അതിൽ നിന്ന് ഫയർ വരുന്ന കണ്ടില്ലേ? ഈ ഒരു ഫയർ ഇതൊരിക്കലും പോവില്ല. അതിപ്പോൾ എൻ്റെ കയ്യിലും അതുപോലെ ഒരെണ്ണം തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. പക്ഷെ അതിൻ്റെ ഒരു മാറ്റങ്ങളും വരില്ല. ഒരു വര പോലും വീഴാത്ത ഒരു സ്റ്റോണാണ്. കാരണം അത് ഏറ്റവും ഹാർഡായ ഒരു മെറ്റീരിയലാണ് മോയിസണൈറ്റ്. ഡയമണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള മെറ്റീരിയൽ മോയിസണൈറ്റ് ആണ്. ഇപ്പോൾ ഡയമണ്ടിൻ്റെ സ്ഥാനത്ത് എല്ലാ മെഷീനറികളിലും എല്ലാ പാർട്സുകളിലും തേയ്മാനം വരേണ്ട പാർട്സുകളിലൊക്കെ ഈ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഡയമണ്ട് ഈ മോയിസണൈറ്റ് ആണ്. ഈ ഒരു ഡിസൈൻ പഞ്ചലോഹം തന്നെയാണ്. 2000 രൂപയാണ്. ഈ മോയിസണൈറ്റിന് ഒരു ക്യാരറ്റിന് 1500 രൂപയാണ്. ഇതൊരു 3 ക്യാരറ്റുള്ള മോയിസണൈറ്റ് ആണ്. അതായത് കല്ലിന് 4500ഉം 2000 രൂപ ഈ ഒരു റിങ്ങിനും വരുന്നുണ്ട്. ഡിസൈൻ കണ്ടില്ലേ? വളരെ നല്ലൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. കല്ലിനെ ഏത് ഭാഗത്ത് നോക്കിയാലും കല്ല് ഫുള്ളായിട്ട് കാണുകയും ചെയ്യാം. ഇനി മറ്റൊന്ന് നിഷാദിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒരു ഫൈറൂസ് സ്റ്റോൺ ആണ്. ഈ സ്റ്റോൺ എൻ്റെ അടുത്ത് കുറേ കാലമായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റോണാണ്. ഇത് പലർക്കും ഇഷ്ടപ്പെടും. പക്ഷേ അതിൻ്റെ വെയിറ്റ് കാരണം ആളുകൾ അത് ഒഴിവാക്കാറാണ് പതിവ്. എന്തായാലും നിഷാദിന് ഈ സ്റ്റോണാണ് ഇഷ്ടപ്പെട്ടത്. അത് 18 ക്യാരറ്റ് ഇതിന് ഉണ്ട്. അതായത് ഏകദേശം 3500 രൂപയുടെ സ്റ്റോണാണിത്.
2000 രൂപ മോതിരത്തിന്. അത് പഞ്ചലോഹം തന്നെയാണ്. പഞ്ചലോഹത്തിന്റെ കാര്യം അറിയാലോ. ഒന്നിങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കണം എന്നും. എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആവണമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മോതിരം ഊരിയിട്ട് വന്ന് നമ്മുടെ തന്നെ ഡ്രസ്സിലോ വൈറ്റ് ഡ്രസ്സിലോ ആക്കരുത്. അപ്പൊ അതിലൊരു വല്ല മുണ്ടിൽ വല്ല കറയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള അഴുക്ക് മുണ്ടിൽ പിടിക്കും. അപ്പൊ അതുകൊണ്ട് കോട്ടൺ ഡ്രസ്സ് ഏതെങ്കിലും ഇതുപോലെയുള്ള ഇതിലോ ഒക്കെ ഒന്നിങ്ങനെ പോളിഷ് ചെയ്താൽ നിങ്ങൾക്ക് എന്നും ഇത് ഒരു ഗോൾഡ് പോലെ തന്നെ ഉപയോഗിക്കാം. ഇത് ഗോൾഡ് അല്ല, ഇത് പഞ്ചലോഹമാണ്. അതുകൊണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റോണാണ്. അപ്പോൾ ഇതിന്റെ വില പറഞ്ഞല്ലോ, 3500ഉം 2000. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിഷാദിന് സന്തോഷമാവട്ടെ. അങ്ങനെയുള്ള ആളുകളുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് അവരിത് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഉപയോഗിക്കുമ്പോൾ അവരുടെ ആ സന്തോഷം കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് പറ്റാത്ത മോതിരം കിട്ടിയാലും അറിയിക്കണം, നിങ്ങൾക്ക് നല്ല മോതിരം കിട്ടിയാലും അറിയിക്കണം. ചില ആളുകൾക്ക് പറ്റാത്തതും കിട്ടാറുണ്ട്. കാരണം ഈ തണുപ്പ് തീരെ പറ്റാത്ത ആളുകൾക്ക് സീപ്പേളോ അല്ലെങ്കിൽ പേളോ മോതിരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് സൂരജിന്റെ മോതിരം നോക്കാം. അതും ഇത് തന്നെയാണ്, പഞ്ചലോഹം തന്നെയാണ്. അദ്ദേഹത്തിന് സിമ്പിൾ മോതിരമാണ് ഇഷ്ടം. ഏത് സിമ്പിൾ ആയാലും 2000 രൂപ തന്നെയാണ് വരിക. സൂരജിന്റെ ഈ സ്റ്റോണിന് വന്നത് 2120 അതായത് 11 കാരറ്റ് 10.5 കാരറ്റോ അങ്ങനെ എന്തോ ആണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 2000 ചില്ലറ രൂപ ഈ ഒരു കല്ലിനും 2000 രൂപ റിങ്ങിനും. സൂരജിന് സിമ്പിൾ മോഡലാണ് ഇഷ്ടം, കൂടുതൽ വെയിറ്റ് പാടില്ല, എന്നാൽ കയ്യിൽ കല്ല് തട്ടുകയും വേണം, ആർഭാടങ്ങളൊന്നും പാടില്ല എന്നാണ് സൂരജ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളതിന്റെ പരമാവധി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു റിങ്ങാണിത്. ഇത് ഇന്ന് സൂരജിന് അയച്ചു കൊടുക്കണം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റൂബി മോതിരാണ്. ഒറിജിനൽ റൂബിയാണ്. അതിനെ മാണിക്യം എന്ന് പറയും, യാക്കൂത്ത് എന്ന് അറബിയിൽ പറയും. അങ്ങനെ ഒരു മോതിരം. അദ്ദേഹത്തിന് യാക്കൂത്ത് തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇതിന് 600 രൂപ വരുന്ന, കാരറ്റിന് 600 രൂപ വരുന്ന യാക്കൂത്താണ് ഇത്. 8.6 ഉണ്ട്. ഏകദേശം 5120 160 രൂപയാണ് ഈ ഒരു കല്ലിന് മാത്രം. പ്ലസ് 2000 രൂപ നമ്മുടെ പഞ്ചലോഹ മോതിരത്തിന്. പഞ്ചലോഹ മോതിരം എന്നും ഇങ്ങനെ ഒന്ന് ഷൈനിങ് ചെയ്താൽ എന്നും അദ്ദേഹത്തിന് ഈ ഒരു തിളക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കല്ലിന്റെ കാര്യം മനസ്സിലായല്ലോ. ഏറ്റവും വില കൂടിയ സ്റ്റോണുകളിൽ ഒന്നാണ് ഈ യാക്കൂത്ത് അല്ലെങ്കിൽ അതിന്റെ പേര് മാണിക്യം അല്ലെങ്കിൽ റൂബി എന്നൊക്കെ ഇതിനെ പറയാം. റൂബി ഇംഗ്ലീഷിലും മാണിക്യം മലയാളത്തിലും അറബിയിൽ യാക്കൂത്തും. അതാണ് ഈ ഒരു റിങ്. ഇതുണ്ടാക്കി കൊടുക്കുന്നത് നിസാർ ബായിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം മുൻപ് 3-4 മോതിരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഈ പ്രാവശ്യത്തെ ഒരു മോതിരാണ്. മൊത്തം 7000 ചില്ലറ രൂപയാണ് ഈ ഒരു മോതിരത്തിന് വന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രദീപ് ജിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒരു പവിഴ മോതിരാണ്. പവിഴത്തിന്റെ അടിഭാഗം ഓപ്പൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വെക്കേണ്ടത്. അടിഭാഗം അടച്ച് പണിയാൻ പാടില്ല. അതിന്റെ ഒരു ലൈറ്റ് കയ്യിലേക്ക് അടിക്കണം എന്നുള്ളതാണ്. ഈ പവിഴത്തിന് 600 രൂപ വരുന്നതാണ്. 500 രൂപ മുതൽ 5000 രൂപ വരെ കാരറ്റ് റേറ്റ് ഉള്ള പവിഴം നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ മുൻപ് ഉള്ള വീഡിയോയിൽ കണ്ടാൽ അറിയാം. ഇത് 600 രൂപ റേറ്റ് ഉള്ള പവിഴാണ്. ഒരു 3 അതിന്റെ സർട്ടിഫിക്കറ്റ് ആണിത്. 3.9 കാരറ്റ് ആണ് ഇത് ഉള്ളത്. ഏകദേശം 2200 രൂപ ഈ ഒരു കല്ലിന് മാത്രം വരും. 2000 രൂപ ഈ ഒരു പഞ്ചലോഹ മോതിരത്തിന്. അതാണ് നമ്മൾ പ്രദീപ് ജിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇത് കണ്ടാൽ തന്നെ അറിയാം. പല ആളുകളുടെ അടുത്തും കണ്ടിട്ടുണ്ടാവും ഈ പവിഴ മോതിരങ്ങൾ. പഴയ ഈ രാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മോതിരങ്ങൾ അവരുടെ കയ്യിൽ കാണാം. പവിഴം, അതുപോലെ ഈ ടോർക്കോയ്സ്, ഫൈറൂസ്, അതുപോലെയുള്ള മാണിക്യം, ഇങ്ങനെയുള്ള മോതിരങ്ങളൊക്കെ അവരുടെ കയ്യിൽ കാണാൻ സാധിക്കും. ഇനിയൊരു സുന്ദരമായ ബ്ലൂ ടോപ്പാസ് സ്റ്റോണും അതിന്റെ റിങ്ങുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സിൽവറിലാണ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ ടോപ്പാസ് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങളൊന്നും. ഇത് ബ്ലൂ സഫയർ ആണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ബ്ലൂ സഫയർ അല്ലാതെ ഇത് ബ്ലൂ ടോപ്പാസ് ആണ്. ബ്ലൂ സഫയർ ഇതുപോലെ കിട്ടണമെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. ഇത്രയും ക്ലിയർ ഉള്ള ബ്ലൂ സഫയർ കിട്ടണമെങ്കിൽ. ബ്ലൂ ടോപ്പാസ് അതിന്റെ ഉപരത്നമാണ്. ബ്ലൂ സഫയർ ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ബ്ലൂ ടോപ്പാസ് ഉപരത്നമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത് 700 രൂപയാണ് ഇതിന്റെ കാരറ്റ് റേറ്റ്. 6.7 കാരറ്റ് ആണ് ഉള്ളത്. ഏകദേശം ഒരു 4690 രൂപയോളം ഈ ഒരു സ്റ്റോണിന് മാത്രം വരും. ഈ ഒരു 9.3 ഗ്രാം വെള്ളി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടിഭാഗം കണ്ടില്ലേ? ആ ബ്ലൂ ടോപ്പാസിന്റെ ലൈറ്റ് കയ്യിലേക്ക് ലൈറ്റ് അടിക്കുന്നുണ്ടല്ലേ ബ്ലൂ ടോപ്പാസിന്റെ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ അടിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഈ അടിഭാഗം തുറന്നു വെച്ച് പണിയുന്നത്.
അപ്പോൾ ആ ഒരു 9.3 ഗ്രാം വെള്ളിക്ക് 420 രൂപയാണ് ഇപ്പൊ ഇതിന് വന്നത്. ഏകദേശം 3600 രൂപ എന്ന് കൂട്ടാം. 3600ഉം 4600 ആണ് ഇതിനു വേണ്ടി ചിലവായത്. നല്ലൊരു വിലയേറിയ ഒരു മോതിരമാണ് നമ്മുടെ ബോബൻജി എടുത്തിട്ടുള്ളത് ഈ പ്രാവശ്യം. അദ്ദേഹം മുൻപും ഇതുപോലെ പല മോതിരങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് ഈ പ്രാവശ്യം അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ഒരു മോതിരമാണിത്. ബോബൻജിക്ക് ഇത് കുറച്ച് വൈകിപ്പോയി, ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി. എന്തായാലും നല്ല ക്ഷമയുള്ള ആളാണ്. വൈകിയാലും അദ്ദേഹത്തിന് നല്ല ക്ലിയർ ആയിട്ട് ഇത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള സംതൃപ്തി മനസ്സിലുണ്ട്. ഇനി നമ്മുടെ സലാംജിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒരു മോതിരാണിത്. അദ്ദേഹം സെലക്ട് ചെയ്ത സ്റ്റോൺ കണ്ടില്ലേ, നല്ല അടിപൊളി സ്റ്റോണാണ്. അതിന്റെ കൂടെ ഈ പഞ്ചലോഹ മോതിരവും. ഇതിന് 15.3 ക്യാരറ്റ് ആണ് ഈ കല്ലുള്ളത്. അതായത് 2800 രൂപ ഈ ഒരു സ്റ്റോണിനും 2000 രൂപ ഈ ഒരു റിങ്ങിനും ആണ് വന്നിട്ടുള്ളത്. ഇത് സലാം സി എ അദ്ദേഹത്തിന് കുറച്ച് വൈകിപ്പോയി, എന്നാലും ഇത് നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. വളരെ നല്ല വൃത്തിയിൽ തന്നെ അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മോതിരത്തിന് ഒരു വലിയ കഥയുണ്ട്. ഇതൊരു മോതിരം ആദ്യം ഉണ്ടാക്കി കൊടുത്തതായിരുന്നു. അദ്ദേഹത്തിന് അവിടെ എത്തിയപ്പോൾ ആ ഡിസൈൻ അങ്ങോട്ട് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കല്ല് ഇളകി പോരുക ഒക്കെ ചെയ്തു. ആ ഡിസൈൻ അത്ര ശരിയായിരുന്നില്ല. എന്തായാലും ആ ഡിസൈൻ നമ്മൾ ഒഴിവാക്കുകയും ചെയ്തു. അതിനുശേഷം ആ ഡിസൈൻ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ആ മോതിരം അങ്ങനെ തന്നെ കൂടി തിരിച്ചയച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഡിസൈൻ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കല്ലിന് ഏറ്റവും യോജിച്ച ഒരു ഡിസൈൻ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കി. ഇത് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൽ കുറച്ച് ഈ വെള്ളി കുറച്ച് കൂടുതൽ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളിയുടെ പൈസ മാത്രം, പണിക്കൂലി മാത്രം വാങ്ങിച്ചിട്ട് ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്താണ്. എന്തായാലും ഈ പ്രാവശ്യം എല്ലാതരം സ്റ്റോണുകളും ആളുകൾ വാങ്ങിയിട്ടുണ്ട്. സിട്രിൻ സ്റ്റോൺ ആണിത്. സിട്രിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ, ഗോൾഡിന്റെ കൂടെ നല്ല യോജിക്കുന്ന ഒരു ഇതാണ്. സിൽവറിലും യോജിക്കും അത്. സിട്രിൻ ആണിത്. ഇത് ഗോൾഡ് അല്ല, ഇത് പഞ്ചലോഹമാണ്. പഞ്ചലോഹത്തിന് പറ്റിയൊരു സ്റ്റോണാണ് ഈ സിട്രിൻ. ഈ സിട്രിന് 3.4 ക്യാരറ്റ് ആണുള്ളത്. 200 രൂപ ഉള്ളൂ കേട്ടോ സിട്രിന്റെ ഈ സിട്രിന്റെ റേറ്റ്. ഇതിൽ 200, 300 വരുന്നതൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് നമ്മൾ 200 രൂപയുടെയാണ്. അതായത് ഇതിനൊരു 700 രൂപ ഈ കല്ലിന് മാത്രം വന്നിട്ടുള്ളൂ. 2000 രൂപ ഈ ഒരു റിങ്ങിനും. 2700 രൂപയ്ക്ക് ഇങ്ങനെ ഒരു റിങ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അതാണ് സിട്രിന്റെ പ്രത്യേകത. ഇതും അതുപോലെ നല്ലൊരു സ്റ്റോണാണ്. ഇതിലും കണ്ടില്ലേ, ലൈറ്റ് കയ്യിലേക്ക് അടിക്കുന്ന പോലെ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ, സിട്രിന്റെ ലൈറ്റ് കയ്യിലേക്ക് അടിക്കുന്ന പോലെ. അങ്ങനെയാണ് നമുക്ക് പണിയേണ്ടത്. ഇനി ഒരു മോതിരം കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഇനി നമ്മുടെ ജോർജ് സാറിന്റെ 2 മോതിരം കാണാം. RGM ജോർജ് ആണ് അദ്ദേഹത്തിന്റെ പേര്. ജോർജ് സാർ എന്നാണ് നമ്മൾ വിളിക്കാറ്. ഇത് 2 ഫൈറൂസ് സ്റ്റോണുകളാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഒരെണ്ണം 16.9, ഇതാണ് 16.9. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്, ഇതില് ബ്ലൂ ഉണ്ട്, പൈറേറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇത് 23.8 ക്യാരറ്റ് ആണ്. അത് ആ ഒരു കല്ലിന്റെ ഭംഗി കണ്ടിട്ട് അദ്ദേഹം എടുത്താണ്. കുറച്ച് വെയിറ്റ് ഉള്ളത് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോണിന് മാത്രം 3350 രൂപ വരും. ഈ സ്റ്റോണിനല്ല, ഈ ഒരു സ്റ്റോണിന്. ഈ സ്റ്റോണിന് 3350ഉം ഈ സ്റ്റോണിന് 4760ഉം വരും. അതുപോലെ ഇത് സിൽവർ ആണല്ലോ. ഈ സിൽവർ 15 ഗ്രാം ഇതിപ്പോൾ ഉണ്ട്. അതിലൊരു 4-5 ഗ്രാം ഈ കല്ലിന്റെ കുറച്ച് കഴിഞ്ഞാൽ 10.7 ഗ്രാമാണ് വരുന്നത്. അത് 400 രൂപയ്ക്കാണ് ഇത് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തത്. 4250 രൂപയാണ് ഈ ഒരു റിങ്ങിന്റെ വില. എനിക്കൊന്നും പാകമില്ല, വലിയ വണ്ണമുള്ള കൈയാണ് അദ്ദേഹത്തിന്റെ. അതേപോലെ ഇത് 2000 രൂപയുള്ളൂ ഈ ഒരു മോതിരത്തിന്. ഇത് ഒരു ഷൈനിങ് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്ലെയിൻ മതി എന്ന് പറഞ്ഞത്. ഇപ്പൊ എൻ്റെ ഫിംഗർ പ്രിന്റ് വരെ ഇതിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലീൻ ആക്കി തുടച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ തിളങ്ങുന്ന ഒരു മോതിരമായിരിക്കും ഇത്. പ്ലെയിൻ ആണ് വേണ്ടത്. പ്ലെയിൻ കാരണം എപ്പോഴും ഈ പഞ്ചലോഹം വാങ്ങുമ്പോൾ പ്ലെയിൻ ആണ് നല്ലത്. കാരണം നമുക്കിത് തുടയ്ക്കേണ്ടതാണല്ലോ. അപ്പോൾ തുടയ്ക്കുമ്പോൾ ഡിസൈൻ ഉണ്ടെങ്കിൽ തുടയ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം, അത്രേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു വിട്ടാൽ മതി. കോട്ടൺ ആയിരിക്കണം എന്ന് മാത്രം ഉണ്ട്. തിളങ്ങണം. ഏത് ഭാഗമാണ് നമ്മൾ വരച്ചത് ആ ഭാഗം തിളങ്ങിക്കൊണ്ടേയിരിക്കും. തേഞ്ഞു പോകുന്നില്ല, അത് വിചാരിച്ചിട്ട് പേടിക്കണ്ട. അതങ്ങനെ ഒരു തേയ്മാനം കുറവുള്ളൊരു മെറ്റീരിയലാണ് പഞ്ചലോഹം. പഞ്ചലോഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. പഞ്ചലോഹം കൊണ്ട് പല കാര്യങ്ങളും, ക്ഷേത്രങ്ങളിലും ഒക്കെ പഞ്ചലോഹമാണ് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാറ്. സ്റ്റെപ്പിന് പോലും പഞ്ചലോഹമാണ്. കൊടിമരവും കാര്യങ്ങളൊക്കെ പഞ്ചലോഹത്തിലാണ് ചെയ്യാറ്. ഇപ്പോൾ
എങ്ങനെയാണെന്ന് അറിയില്ല, പണ്ട് അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. കാണുമ്പോൾ നമ്മൾ ഗോൾഡാന്ന് വിചാരിക്കും, പക്ഷെ അത് പഞ്ചലോഹമാണ് അത്. അപ്പോൾ ഈ ഒരു പഞ്ചലോഹത്തിന് 2000, അതുപോലെ ഈ ഒരു കല്ലിന് 3300, ഒരു 5000 രൂപയുടെ ഒരു മോതിരമാണിത്. ഇത് 4ഉം അതുപോലെ 4ഉം ഒരു 8000 9000 രൂപയുടെ മോതിരമാണ് ഇത്. ഇന്ന് ഈ പ്രാവശ്യം ചെയ്തതിൽ ഏറ്റവും വില കൂടിയ മോതിരമാണ് ഇത് രണ്ടും.